കൂട്ടുകാർക്ക് നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പൊ നേരെ നമുക്ക് സുമിത്രയുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ സിദ്ധുവിന്റെ അടുത്ത് പോയിട്ട് ശീതൾ സംസാരിക്കുകയാണ്. അച്ഛാ, എൻ്റെ മനസ്സിനാകെ മൊത്തം ഭയങ്കര സങ്കടമാണ്. എന്താണ് ശരിക്കും ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. എൻ്റെ കാര്യത്തിൽ നിങ്ങൾ ആരും ഒരു തീരുമാനം എടുക്കുന്നില്ലല്ലോ. ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഇനിയും തുടർന്ന് ഇവിടെ തന്നെ നിൽക്കണോ, അതോ സച്ചിനോടൊപ്പം പോകണോ, സച്ചിനോട് ക്ഷമിക്കണോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ആശയക്കുഴപ്പത്തിലാണെന്നൊക്കെ സിദ്ധാർത്ഥനോട് പറയുമ്പം സിദ്ധു പറയുന്നുണ്ട്, മോളെ ഇത്ര കണ്ട് നീ അവൻ്റെ അടുത്ത് നിന്ന് അനുഭവിച്ചില്ലേ, ഇനിയും എന്തിനാണ് അവൻ്റെ അടുത്തേക്ക് പോകുന്നത്? അവൻ്റെ സ്വഭാവം കണ്ടപ്പം എനിക്ക് തോന്നിയത് അവൻ എന്തോ ഒരു മനോരോഗം ഉള്ളതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരാളുടെ കൂടെ നീ എന്തിനാ ഇങ്ങനെ ജീവിക്കാൻ പോകുന്നത്? അപ്പം പെട്ടെന്ന് തന്നെ നമ്മുടെ ശീതൾ പറയുന്നുണ്ട്, അച്ഛാ അതങ്ങനെയൊന്നും അല്ല, അവന് ഒരു പ്രത്യേക തരം സ്വഭാവമാണെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ അങ്ങനെ മനോരോഗമായിട്ടൊന്നും ഇല്ല. ഒന്നും എതിർത്ത് പറയുന്നില്ല, എല്ലാം എൻ്റെ മോളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്നും പറഞ്ഞ് സിദ്ധാർത്ഥാണെങ്കിലോ അവിടെ അങ്ങ് പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് സുമിത്രയാണെങ്കിൽ അനന്യയുടെ വീട്ടിലെത്തുകയാണ്. അപ്പം അനന്യയുടെ വീട്ടിലെത്തിയ സുമിത്ര ആദ്യം കാണുന്നത് നമ്മുടെ പ്രേമയെ തന്നെയാണ്. പ്രേമയാണെങ്കിലോ, ആഹാ നീ എന്താ ഇവിടെ വന്നത്, നിനക്കെന്താ ഈ വീട്ടിൽ കാര്യമൊന്നും ചോദിച്ച് സുമിത്രയുടെ നേരെ ചെല്ലുമ്പോഴത്തേക്കിനും സുമിത്ര പറയുന്നുണ്ട്, അതെ പ്രേമ, ഞാൻ നിന്നെ കാണാൻ വേണ്ടി വന്നതല്ല, ഞാൻ ഇവിടെ വന്നത് എൻ്റെ മരുമകൾ അനന്യയെ കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നീ അനന്യയെ വിളിക്ക്, എനിക്ക് അനന്യയുടെ അടുത്താണ് സംസാരിക്കാനുള്ളതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രേമയ്ക്ക് ദേഷ്യം വരികയാണ്. അതെ, നിന്റെ മോൻ ഇവിടെ വന്ന് എൻ്റെ മോളെ വിളിച്ചായിരുന്നു. വിളിച്ച സമയത്ത് അവളുടെ തീരുമാനവും അവൾ അറിയിച്ചായിരുന്നു. പിന്നെ നീ എന്തിൻ്റെ പേരിലാ വീണ്ടും ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് യാതൊരുവിധ ബന്ധത്തിനും താല്പര്യമില്ല എന്ന് തന്നെ സുമിത്രയുടെ മുഖത്ത് നോക്കി പ്രേമ സംസാരിക്കുമ്പോഴത്തേക്കിനും വിശ്വൻ അങ്ങോട്ട് വരികയാണ്. അപ്പൊ വിശ്വൻ വന്നു. വിശ്വന് കാര്യം മനസ്സിലായി. ഇനിയിപ്പോൾ സുമിത്ര വിളിച്ചാൽ മാത്രമേ തൻ്റെ മകള് അനിരുദ്ധിനോടൊപ്പം പോകുള്ളൂ എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ പ്രേമയോട് വഴക്കുണ്ടാക്കുന്നുണ്ട്. പ്രേമ, നീ ഒന്നും മിണ്ടാതിരിക്കുക, ഒരാൾ വീട്ടിലേക്ക് വന്നാൽ ഇങ്ങനെയൊക്കെയാണോ കാണിക്കുന്നതെന്ന് ചോദിച്ച് പ്രേമയെ ശാസിക്കുമ്പോഴത്തേക്കിനും പ്രേമയാണെങ്കിലോ വിളിച്ചു വരുത്തി സ്വീകരിക്കാൻ പറ്റിയ ആൾക്കാരാണല്ലോ നിങ്ങളുടെ മരുമകനും അവൻ്റെ അമ്മയും ഒക്കെ. എന്തായാലും ഇതുപോലെയുള്ളൊരു കുടുംബത്തിൽ പോയി ബന്ധം എടുത്തത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ തെറ്റായിരുന്നു. അത് എത്ര പ്രാവശ്യമാണ് നിങ്ങളുടെ മകളോട് ഞാൻ പറഞ്ഞു കൊടുത്തത്? എത്ര കണ്ട് പറഞ്ഞിട്ടും അവൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നല്ലോ. ഇപ്പൊ ഏകദേശം അവൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി മനസ്സിലായി വരികയാണ്. ആ സമയത്താണ് സുമിത്ര ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നത്. എന്തായാലും സുമിത്ര, എൻ്റെ മകളെ കാണാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞു നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അനന്യ വരുന്നത്. അപ്പം അനന്യയെ കണ്ടതും നമ്മുടെ സുമിത്രയാണെങ്കിൽ മോളെ അനന്യെന്ന് വിളിക്കുകയാണ്. ഈ വിളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ അനന്യക്ക് അത്ര എന്താ പറയാ ദുഷ്ടഹൃദയമൊന്നും അല്ലല്ലോ ഉള്ളത്. അവൾക്കാണെങ്കിൽ സുമിത്രയെ വലിയ ഇഷ്ടമൊക്കെയാണ്. അപ്പം അമ്മ അങ്ങനെ ഒരു വിളി വിളിക്കുമ്പം സുമിത്രയുടെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അനന്യ. ഈ കെട്ടിപ്പിടുത്തവും അതുപോലെ വിശേഷം പറച്ചിലും ഒക്കെ കാണുമ്പോഴത്തേക്കിനും പ്രേമയുടെ ചങ്ക് കലരുകയാണ്. ഇനിയിപ്പം എന്ത് ചെയ്യും? തൻ്റെ മകളെങ്ങാനും ഇപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നിട്ട് ഇനി വീണ്ടും അനിരുദ്ധിൻ്റെ വീട്ടിലേക്ക് പോകൂ എന്നുള്ളൊരു പേടി. ആ പേടിയുടെ പുറത്ത് പ്രേമ ഇങ്ങനെ നിൽക്കുമ്പം വിശ്വം പറയുന്നുണ്ട്, സുമിത്ര, നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിൽ ഞങ്ങൾക്കും പങ്കുണ്ട്. അനിരുദ്ധിനോട് കാര്യങ്ങൾ പറയാതിരുന്ന് അത് ഞങ്ങളുടെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് സുമിത്ര ഞങ്ങളോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, കഴിഞ്ഞു പോയതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോൾ എനിക്ക് അതൊന്നും ആലോചിച്ചിരിക്കാനേ നേരെയില്ല. എനിക്കിപ്പം ഒരുപാട് സന്തോഷമായി. നഷ്ടപ്പെട്ടു പോയ എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും എൻ്റെ മരുമോളും ഒക്കെ എൻ്റെ അടുത്തേക്ക് വരികയല്ലേ, എനിക്ക് ആ ഒരു സന്തോഷം മാത്രം മതിയെന്നും പറഞ്ഞ് സുമിത്ര തൻ്റെ മരുമകളെ ചേർത്ത് നിർത്തുകയാണ്. അപ്പം അനന്യാണെങ്കിലോ അനന്യക്ക് സങ്കടമൊക്കെ വന്നു. അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. മോളെ, സ്വരമോള് നിന്നെ കാത്തിരിക്കുക, അവളെ ഉപേക്ഷിച്ച് നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അനി അന്നേരത്തെ ദേഷ്യത്തിന് എന്തോ പറഞ്ഞു പോയതല്ലേ, അതുകൊണ്ട് എൻ്റെ മോൾ അമ്മ പറഞ്ഞാൽ കേൾക്കില്ലേ, നീ വേഗം പോയി റെഡിയായി വാ, നമുക്ക് അങ്ങോട്ടേക്ക് പോവാന്നും പറഞ്ഞ് സുമിത്ര സ്നേഹത്തോടു കൂടി പറയുമ്പം അനന്യ അവളുടെ തീരുമാനം മാറ്റുകയാണ്. അപ്പം പ്രേമയെ സംബന്ധിച്ചിടത്തോളം മരണ തുല്യമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. സുമിത്രയുടെ മുന്നിലാണ് നാണം കെട്ട് മാറി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിയാണ് വലിയ വിഷമത്തിലൊക്കെ ആയി. മകള് കൂടെ നിന്നിപ്പോ ആ കാല് വാരിയ ഒരു അവസ്ഥയും ആയതുകൊണ്ട് പ്രേമയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തെങ്കിലും കാണിക്ക്, വരുന്നത് നീ തന്നെ അനുഭവിക്കണമെന്നും പറഞ്ഞ് പ്രേമ കൊച്ചും അങ്ങ് കയറി പോവുകയാണ് റൂമിലേക്ക്. അപ്പൊ ഈ സമയത്താണെങ്കിലോ വിശ്വൻ തന്റെ മകളോട് പറയുന്നുണ്ട്, മോളെ, സുമിത്ര നിന്നെ വന്ന് വിളിച്ചു, ഇനി നീ സുമിത്രയ്ക്കൊപ്പം പോകണം, അതാണ് അതിന്റെ ശരി. നീയും സ്വരമോളെ കാണാൻ ആഗ്രഹിക്കുന്നില്ലേ? മോള് അച്ഛൻ പറയുന്ന കാര്യം കേൾക്കണമെന്നും പറഞ്ഞ് തൻ്റെ മോളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്.
വിശ്വൻ അങ്ങനെ അനന്യ സുമിത്രയോടൊപ്പം പോവാൻ തയ്യാറാകുന്നു. ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സരസ്വതി അമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നല്ലോ. പുള്ളിക്കാരി പോയിരിക്കുന്നത് സച്ചിന്റെ വീട്ടിലേക്കാണ്. അപ്പം സുമിത്രയ്ക്ക് ആകെപ്പാടെ ഒരു ശ്രദ്ധയുള്ളത് അനിരുദ്ധിന്റെ കാര്യത്തിൽ മാത്രമാണെന്നും പറഞ്ഞ് സരസ്വതി അമ്മ കഴിഞ്ഞ ദിവസം ഒരു വലിയ വഴക്കൊക്കെ ഉണ്ടാക്കിയല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഇനിയിപ്പം ശീതൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അവൾ ഇനി ഇവിടെ തന്നെ നിന്ന് പോയാലോ എന്നുള്ളൊരു പേടി. അതുകൊണ്ട് തന്നെ സരസ്വതി അമ്മ സച്ചിന്റെ വീട്ടിൽ ചെന്ന് സച്ചിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പൊ സച്ചിനാണെങ്കിലോ ഞാനൊരു പ്രാവശ്യം അവിടെ വന്നപ്പം അവരെന്നെ ഇറക്കി വിട്ടതാ. അതും പോരാഞ്ഞിട്ട് നിങ്ങളുടെ മകൻ അയാള് എന്റെ കരണം നോക്കി അടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ളിടത്തേക്ക് ഇനിയും ഞാൻ വരണോ? മോനെ, അച്ഛമ്മ പറയുന്ന കാര്യങ്ങൾ നീ വ്യക്തമായിട്ട് കേക്ക്. അത്ര വലിയ പ്രശ്നങ്ങളാണ് ആ വീട്ടിലിപ്പോൾ ഉള്ളത്. ശീതളാണെങ്കിൽ നിന്നോടൊപ്പം വരാനും നിന്നെ കാണാനും ഒക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളപ്പം നിന്റെ ഭാര്യയെ നീ വിളിച്ചുകൊണ്ട് പോവണ്ടേ? കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിതാ നിങ്ങൾക്ക് നല്ലൊരു ജീവിതം വേണം. എന്തായാലും സുമിത്ര ഈ കാര്യം ഇടപെട്ട് ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് അച്ഛമ്മ തന്നെ നേരിട്ട് നിന്റെ അടുത്തേക്ക് വന്നതെന്നും പറഞ്ഞ് സച്ചിനോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ സച്ചിനാണെങ്കിലോ ആയിക്കോട്ടെ, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ്. ശീതളിന് വേണ്ടി ഞാൻ ക്ഷമിക്കാം എന്നും പറഞ്ഞ് സച്ചിൻ നമ്മുടെ സരസ്വതി അമ്മയോടൊപ്പം ശീതളിനെ തേടി അവളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ഈ സമയത്താണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് പൂജയുടെയും അതുപോലെ രഞ്ജിതയുടെയും ഒക്കെ വിശേഷങ്ങളാണ്. പൂജയാണെങ്കിൽ ആ വീട്ടിലെ ഒരംഗത്തെ പോലെ തന്നെ മാറിക്കഴിഞ്ഞു. അപ്പൊ പുള്ളിക്കാരിയാണെങ്കിലോ ഓരോ കാര്യങ്ങളും വീട്ടിൽ നമ്മുടെ രഞ്ജിതയെ സഹായിച്ചും രഞ്ജിതയുടെ ഒരു വലിയ പെറ്റായിട്ട് തന്നെ ഇവളവിടെ കൂടുകയാണ്. അപ്പൊ ഈ സമയം ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അരവിന്ദനാണെങ്കിൽ രഞ്ജിതയോട് ചോദിക്കുന്നുണ്ട്, എന്റെ രഞ്ജുതേ, സുമിത്രയെക്കാട്ടിലും കാര്യം ഇപ്പൊ നിന്നോടാണല്ലോ. അതെ, ഞങ്ങൾ ഒരു രക്തമാണല്ലോ. എന്റെ ഏട്ടന്റെ മോളായത് കൊണ്ട് തന്നെ അവൾക്ക് എന്നോടൊരു പ്രത്യേക സ്നേഹവും മമതയും ഒക്കെ ഉണ്ടാവും. അത് ഇപ്പോഴാണ് പുറത്തെടുത്തതെന്ന് മാത്രം. പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തായാലും ഇനി പങ്കജിന് ഇവളെ വളച്ചെടുക്കാനായിട്ട് വലിയ കാലതാമസമൊന്നും വരില്ല. ഇപ്പൊ തന്നെ ഇവൾ അപ്പൂനെ വേണ്ടെന്ന് വെച്ചല്ലോ, അത് നമുക്കൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. ദീപുവിന് കുറച്ച് കാശ് കൊടുത്തെങ്കിൽ എന്താ, നമ്മുടെ പങ്കജ് വിചാരിച്ച കാര്യങ്ങളെല്ലാം ഏകദേശം സെറ്റായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിതാ ഇവളെ നമ്മൾ ഇങ്ങനെ ചേർത്ത് നിർത്തണം. ഒരു കാര്യങ്ങളും ഒരു കാരണം വെച്ചാലും ആരും അറിയരുത്. എല്ലാം രഹസ്യമായി തന്നെ നമ്മൾ നീക്കണം. നമ്മുടെ പ്ലാനാണെന്ന് ഇവളെങ്ങാനും കണ്ടുപിടിച്ചാൽ പിന്നെ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ അബദ്ധം വെച്ചാൽ വിടുവായിത്തരം ഒന്നും പറയാൻ നിൽക്കരുത് എന്നും പറഞ്ഞ് അരവിന്ദനെ ശാസിക്കുകയാണ് രഞ്ജിത. അപ്പോൾ ഈ സമയം നമ്മുടെ പൂജയും അതുപോലെ പങ്കജും കൂടി കോഫി ഉണ്ടാക്കി കളിക്കുകയാണ്. അപ്പം രണ്ടുപേർക്കും ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. പക്ഷേ പൂജ ഓരോ കാര്യങ്ങളും മനസ്സിൽ കരുതിയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ള കാര്യം പങ്കജ് കുമാരനും രഞ്ജിത ചേച്ചി ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ പൂജയോട് ഒരു ദേഷ്യവും ഒരു വെറുപ്പോ ഒന്നും തന്നെ തോന്നിയിട്ടുമില്ല. അങ്ങനെ അവർ വളരെ ഹാപ്പി ആയിട്ട് അവിടെ നിൽക്കുകയാണ്. പിന്നെ അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണെങ്കിലോ തൻ്റെ മരുമകളെയൊക്കെ വിളിച്ചു. അപ്പം മരുമകൾ പറയുന്നുണ്ട്, അമ്മേ, ഞാൻ അടുത്ത ദിവസം, എന്തായാലും ഇന്ന് ഞാൻ അമ്മയോടൊപ്പം വരുന്നില്ല, ഞാൻ അടുത്ത ദിവസം അമ്മയോടൊപ്പം തീർച്ചയായും വരും, അമ്മ നാളെ വരണം എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അപ്പം അവൾ പറഞ്ഞതനുസരിച്ച് തന്നെ സുമിത്രയാണെങ്കിലോ എന്നാൽ ആയിക്കോട്ടെ മോൾ എന്തായാലും അങ്ങോട്ട് വരുമല്ലോ, ഞാൻ തീർച്ചയായും വരും അമ്മേ, അമ്മ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവൾ ഒരു അവധി പറയുകയാണ്. അപ്പം സുമിത്രയാണെങ്കിൽ അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ സുമിത്രയ്ക്ക് വിചാരമുണ്ട്, ഇനിയിപ്പം വീട്ടിൽ ചെല്ലണം, ശീതളിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമൊക്കെ ഉണ്ടാക്കണം. എത്ര വന്നാലും അവളും തൻ്റെ മോള് തന്നെയാണല്ലോ, ഒരുപാട് അവൾ സങ്കടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചിന്തിച്ച് തന്നെയാണ് സുമിത്ര ആ വീട്ടിലേക്ക് എത്തുന്നത്. അവിടെ എത്തുന്ന സമയത്താണെങ്കിലോ സച്ചിനെയും കൂട്ടി സരസ്വതിയമ്മ വീട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പം സച്ചിൻ വന്ന സന്തോഷത്തിൽ ശീതളാണെങ്കിലോ സച്ചിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ്. അപ്പം ആദ്യമൊക്കെ ഒരു ഇച്ചിരി പരിഭവമൊക്കെ നമ്മുടെ സച്ചിൻ ഉണ്ടായിരുന്നെങ്കിലും ശീതളിൻ്റെ അടുത്ത് സംസാരിക്കുക. ശീതൾ പറയുന്നുണ്ട്, സച്ചിൻ, ഞാനും കുറച്ചൊക്കെ എടുത്തുചാട്ടമൊക്കെ കാണിച്ചു, നീ എന്നോട് ക്ഷമിക്കണം, നീ എന്നോട് അത്രയും വലിയൊരു തെറ്റ് ചെയ്തപ്പോഴത്തേക്കിനും എനിക്ക് പെട്ടെന്ന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുമിത്ര വരുന്ന ആ ഒരു വരവ് കാണുന്നത്. അപ്പൊ പെട്ടെന്ന് തന്നെ സരസ്വതി അമ്മ ഇവരെ രണ്ടുപേരെയും ഒരു റൂമിനകത്ത് ആക്കിയിരിക്കുകയാണ്. അപ്പം സരസ്വതി പോയി കഥക്ക് തുറക്കാൻ തുടങ്ങുമ്പോൾ സുമിത്രയാണ് വെളിയിൽ വന്നതെന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സച്ചിനും ശീതളും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ റൂമിൽ കയറി ഇരുന്നോന്ന് പറയാണ്. അങ്ങനെതാ സരസ്വതി അമ്മ പോയി വാതിൽ തുറന്നപ്പം, എന്താ അമ്മ, ഇവിടെ വേറെ ആരും ഇല്ലേ?
ഉണ്ടല്ലോ, ശീതൾ ഉണ്ടല്ലോ. അല്ല, സിദ്ധാർത്ഥ് എവിടെ പോയി? സിദ്ധാർത്ഥ് ആ സത്യയും കൂട്ടി എവിടെയൊക്കെയോ പോയി. എവിടെ പോയതാണെന്നൊന്നും എനിക്കറിയില്ല. അല്ല, അമ്മ എവിടെ പോയതായിരുന്നു? അമ്മയെ കുറേ നേരം കാണാനില്ലായിരുന്നല്ലോ. ആ, നീ പോകുന്ന സ്ഥലമൊക്കെ എന്നോട് പറഞ്ഞിട്ടാണോ സുമിത്രയെ പോകുന്നത്? അതുപോലെ ഞാൻ പോകുന്ന സ്ഥലം എന്തിനാ നിന്നോട് പറയുന്നത്? എനിക്കും കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാനൊന്ന് പുറത്തു പോയതാന്നും പറഞ്ഞ് സരസ്വതി അമ്മ തടി തപ്പുകയാണ്. അപ്പം അപ്പറയാണെങ്കിൽ ശീതളും സച്ചിനും കൂടി വേർക്കുകയാണ്. അങ്ങനെ അകത്തോട്ട് കയറി വന്ന സുമിത്രയാണെങ്കിലോ ശീതളിൻ്റെ ഡോറിൽ തട്ടുകയാണ്. അപ്പം തട്ടുമ്പോഴത്തേക്കിനും പെട്ടെന്ന് തന്നെ നമ്മുടെ ശീതളിന് പേടിയായി. ഇനിയിപ്പം അമ്മ എങ്ങാനും, അമ്മയെ ധിക്കരിച്ചിട്ടാണല്ലോ ഇപ്പം സച്ചിനെ വിളിച്ച് വീട്ടിൽ കയറ്റിയിരിക്കുന്നത്. ഇതിനെല്ലാം കാരണഭൂതകാരിയായിട്ടുള്ള സരസ്വതി അമ്മയാണെങ്കിൽ അവിടെ വട്ടം കറങ്ങി നടക്കുകയാണ്. അപ്പം പെട്ടെന്ന് തന്നെ ഇനി അമ്മ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ തീർന്നു. വാതിൽ തുറക്കാതിരുന്നാൽ അത് അതിലും വലിയ പ്രശ്നമാകും. താനെങ്ങാനും വല്ല ആത്മഹത്യയും ചെയ്യാൻ പോവുകയാണെന്ന് ഓർത്ത് അമ്മ എങ്ങാനും വാതിൽ തല്ലി പൊളിച്ചാലോ എന്നുള്ള പേടി ഇവൾക്കുണ്ട്. അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന നമ്മുടെ ശീതളിനെയും സച്ചിനെയും ഒക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്ന് നാളത്തെ കുടുംബവിളക്കിന്റെ പ്രമോ വിശേഷം അവസാനിക്കുന്നത്. അപ്പം ആരെങ്കിലും കൂട്ടുകാർ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്